ഹായ് ഫ്രണ്ട്സ്, പോട്ടറി പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ 2 വെറൈറ്റി വെച്ചിട്ടാണ് പോട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള 2 ഡാർക്ക് കളറുകളാണ് ഇന്നാണ് അതിനുവേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ഗ്രീനും പിന്നെ ഡാർക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള 2 പ്ലാന്റ്സാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ പതിവ് പോലെ നമ്മുടെ അരേലിയ പ്ലാന്റ്സും ഉണ്ട്. പിന്നെ നമ്മുടെ നിയോൺ പോത്തോസും കൂടി ഒരു സൈഡിലേക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 4 കളറുകളും കൂടി നല്ലൊരു കളർ കോമ്പിനേഷനായിട്ടാണ് ഫൈനൽ ലുക്കിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കെന്നാലിനി നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മളിങ്ങനെയുള്ള കളറുകൾ ഉള്ള പോട്ടാണ് ചെയ്യുന്നത്. പോട്ടിംഗ് വീഡിയോ ആണ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ വൈറ്റ് കളർ പോട്ടായിരിക്കും. പിന്നെ പോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പകുതി സ്പേസിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് 2 കൂടി അതിലേക്ക് വെക്കാം. അങ്ങനെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് കളറിലുള്ള കലാത്തിയ നമുക്ക് ഫസ്റ്റ് വെക്കാം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ചീത്തയായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ടൈമിൽ തന്നെ മാറ്റിക്കളയാം. നമ്മൾ അതിൻ്റെ 2 പ്ലാന്റ്സും നമ്മളിതിൽ വെച്ച് കഴിഞ്ഞു. ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു പർപ്പിൾ ഷെയ്ഡ് പോയിട്ടുള്ള ഒരു കളറാണ് മറ്റേത്. 2 കളറും നമ്മൾ ഏകദേശം അടുത്തടുത്തായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നിയോൺ പോത്തോസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ 2 ഡാർക്ക് ഷെയ്ഡിൻ്റെ ഇടയിലേക്ക് ഈ യെല്ലോ ഗ്രീൻ കളർ കോമ്പിനേഷൻ കൂടി വരുമ്പോൾ അത് കുറച്ച് വലുതായി വരുമ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വളർന്നിറങ്ങിക്കോളും. അപ്പോൾ അത് കൂടുതൽ ഭംഗിയായിട്ട് വരും. അങ്ങനെ ഈ സൈഡിൽ നമ്മൾ ഇത് 3 കളറും കൂടിയിട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള ഈ സ്പേസിൽ നമുക്ക് പതിവ് പോലെ നമ്മുടെ അരേലിയ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ ഒന്നിച്ച് 2ലും കൂടുതൽ പ്ലാന്റ്സ് ഇങ്ങനെ ഒരു പോട്ടിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുമോ എന്നുള്ളത്. എനിക്ക് ഇതുവരെയും അതിൻ്റെ ഗ്രോത്ത് സാധാരണ പോലെ നമ്മൾ ഒരു പ്ലാന്റ് ഒരു പോട്ടിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ലൊരു ഗ്രോത്തായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ നമ്മൾ എന്തായാലും ഒരു പ്ലാന്റ് കുറേ കാലം ഒരു പോട്ടിൻ്റെ ഉള്ളിൽ വെക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊരു സമയം വരുമ്പോൾ നമ്മൾ എന്തായാലും അവർ വളരുമ്പോൾ നമ്മൾ അതിന് വേറെ പോട്ടിലേക്ക് മാറ്റും. അങ്ങനെയുള്ളൊരു വ്യത്യാസം തന്നെ ഇതിലും വരുള്ളൂ. പിന്നെ ഇങ്ങനെ 2-3 തരം ചെടികൾ ഒരു പ്ലാന്റിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. ഒരു പ്ലാന്റ് ഇരിക്കുന്ന പോലെ തന്നെ അതും ഭംഗിയാണ്. ഇതുപോലെ 2-3 പ്ലാന്റ്സ് ഒരു പോട്ടിലിരിക്കുമ്പോൾ അതും നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മളിതിലേക്ക് നമ്മുടെ അരേലിയ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് മുഴുവൻ നമുക്ക് അരേലിയ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഈ സൈഡിലുള്ള ഈ അരേലിയ വളർന്ന് വരുമ്പോൾ നമുക്കതൊരു ബോൾ ഷേപ്പിൽ ആ ഒരു സൈഡിൽ വെട്ടി നിർത്തുകയും ചെയ്യാം. ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ നമുക്ക് പിന്നീട് ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ ചെയ്തോളാം. ഇപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.